2016 മുൻപ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അവസാന ഗവൺമെൻറ് ഇവിടെ ഉണ്ടായ കാലം 2011-16 കാലം. ആ കാലം കേന്ദ്രത്തിൽ 2 ഗവൺമെൻറ്റുകളുണ്ടായി. ആദ്യത്തെ ഗവൺമെൻറ് ആദ്യകാലം മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്. രണ്ടാമത്തെ ഘട്ടം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. ഇവിടെ 5 വർഷം UDF ഗവൺമെൻറ്. ഈ 3 ഗവൺമെൻറ്റുകളും നടപ്പാക്കിയത് ഒരേ നയമായിരുന്നു. ആ നയമാണ് നവ ഉദാരവൽക്കരണ നയം. ആ നയം നടപ്പാക്കിയതിൻ്റെ ഭാഗമായാണ് അന്നത്തെ കേരളം 2016 മുൻപുള്ള നമ്മുടെ നാടിൻ്റെ ദയനീയ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. തകരാത്ത ഏതെങ്കിലും മേഖല ഉണ്ടായിരുന്നോ? ഏതെങ്കിലും മേഖല നാളെ ഒന്ന് അഭിവൃദ്ധിപ്പെടും എന്നാരെങ്കിലും ഇവിടെ പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ നാട് എന്നായിരുന്നില്ലേ എല്ലാവരും പരിതപിച്ചിരുന്നത്? ഇതല്ലേ കാരണം? ഇപ്പോ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പല സംസ്ഥാന ഗവൺമെന്റുകളുണ്ടല്ലോ, ചുരുക്കമാണെങ്കിലും ഉണ്ടല്ലോ. ആ സംസ്ഥാനങ്ങളിൽ ഇതേ നയമല്ലേ നടപ്പാക്കുന്നത്? ഇതേ നവ ഉദാരവൽക്കരണ നയമല്ലേ നടപ്പാക്കുന്നത്? ഇതാണ് നാം കാണേണ്ടത്. ജനങ്ങൾക്കെതിരായ ഈ നയം BJPക്ക് മാത്രമല്ല, കോൺഗ്രസിനും 2 പേർക്കും ഒരേ നയം. ഒരഭിപ്രായ വ്യത്യാസവും സാമ്പത്തിക നയകാര്യങ്ങളിൽ അവർ തമ്മിലില്ല. ഇവിടെയാണ് കേരളത്തിൻ്റെ പ്രത്യേകത നാം കാണേണ്ടത്. കേരളം ഇന്ന് നവ ഉദാരവൽക്കരണ നയം അംഗീകരിച്ചു പോകുന്ന ഒരു സംസ്ഥാനമല്ല. കേന്ദ്ര ഗവൺമെൻറ് നയം അതേ രീതിയിൽ നടപ്പാക്കാനല്ല കേരളത്തിലെ LDF ഗവൺമെൻറ് നിൽക്കുന്നത്. ഒരു ബദൽ നയം നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാനുണ്ട്. ഇവിടെ നാം പൊതുവിൽ ചിന്തിക്കേണ്ടത് 2016 അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് ജനങ്ങൾ LDFനെ അധികാരത്തിലേറ്റുന്നത്. ഇപ്പോൾ തുടർച്ചയായി 8.5 വർഷത്തിലധികമായി. ഈ കാലം എന്താണ് കേരളത്തിൻ്റെ പൊതുചിത്രം? 2016 അവസ്ഥയിൽ നിന്ന് വലിയ തോതിൽ കേരളം മാറിയെന്നല്ലേ കാണാൻ നമുക്ക് കഴിയുക. ഏത് രംഗമെടുത്താലും ആ മാറ്റം ദൃശ്യമാണല്ലോ. ഇപ്പം നമ്മുടെ എല്ലാ കുടുംബങ്ങളും അങ്ങേയറ്റം താല്പര്യപ്പെടുന്നൊരു കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം. എന്തായിരുന്നു 2016 മുൻപുള്ള കാലം? നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? പൊതുവിദ്യാലയങ്ങൾ പലതും അടഞ്ഞു പോവുകയായിരുന്നില്ലേ? പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർ വല്ലാത്ത മനോവേദനയല്ലേ അനുഭവിച്ചിരുന്നത്? ഇവിടെ LDF ആ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കും. 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. എങ്ങനെയാ പ്രവർത്തനം നീങ്ങിയത്? 5000 കോടിയിലധികം രൂപയാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. മാറ്റം വന്നില്ലേ? പഴയ നിലയിൽ മനോവേദനയോടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാണേണ്ടി വരുന്നുണ്ടോ? നേരത്തെ ലക്ഷക്കണക്കിൽ കുട്ടികൾ കൊഴിഞ്ഞുപോയ കണക്കായിരുന്നു. 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയി എന്ന്. അവിടെയാണ് പുതുതായി 10 ലക്ഷം കുട്ടികൾ വന്നു ചേർന്നു എന്ന കണക്ക് 2016 ശേഷമുള്ള കേരളത്തിൽ സംഭവിച്ചത്. ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ള അനുഭവമല്ലേ? സ്മാർട്ട് ക്ലാസ് റൂമുകളും സ്മാർട്ട് സ്കൂളുകളും ഹൈടെക് സ്കൂളുകളും വന്നിരിക്കുകയല്ലേ? അക്കാദമിക് നിലവാരം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പശ്ചാത്തല സൗകര്യ വർധനവ് വലിയ തോതിലുണ്ടായിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം പിറകിലായിരുന്നു നേരത്തെ. പിറകിലെന്ന് പറഞ്ഞാൽ ഒരാദ്യത്തെ 100 എണ്ണം എടുത്താൽ അതിനകത്ത് നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനത്തെയും കാണില്ലായിരുന്നു. കൃത്യമായ നടപടികൾ ആരംഭിച്ചു. യൂണിവേഴ്സിറ്റികളുമായി ചർച്ച ചെയ്തു. യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പതിപ്പിച്ചു. സർക്കാർ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കി. എന്തായി? നമ്മുടെ കേരളത്തിൽ നല്ല മാറ്റം. കേരള യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി A++ നേടി. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ യൂണിവേഴ്സിറ്റി അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്നു. ആ റാങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 1 ഡസനിൽ 12-ൽ 3 എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന്. കേരളയും കൊച്ചിയും ഗാന്ധി യൂണിവേഴ്സിറ്റിയും. ഈ 3 യൂണിവേഴ്സിറ്റികൾ. 43-ാമത്തെ റാങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി.